ഇപ്പോൾ നമുക്ക് അഭിജിത്ത് മുഴക്കുന്നിലേക്ക് പോകാം. അഭിജിത്ത്, അപകടം നടന്ന സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ബസ് ഉയർത്തുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ അവിടെ എങ്ങനെയാണ്? ഗതാഗതക്കുരുക്കൊക്കെ രൂക്ഷമായിരുന്നു. ബസ് ഉയർത്താനായോ? ഗതാഗതക്കുരുക്ക് എങ്ങനെയുണ്ട്? ശ്രീനിത, നിലവിൽ ബസ് ഉയർത്തിയിട്ടുണ്ട്. ബസ് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. നിലവിൽ ഈ ശ്രീനിത സൂചിപ്പിച്ചതുപോലെ തന്നെ, ചോദിച്ചതുപോലെ തന്നെ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. ആ ഗതാഗതക്കുരുക്ക് ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കണ്ട ഭാഗമാണിത് ശ്രീനിത. ഇവിടെയാണ് ഈ ബസ് മറിഞ്ഞു കിടന്നിരുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ബസ് നേരെ വന്ന് ഇവിടേക്ക് മറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ അമിത വേഗതയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബസിന്റെ ടയർ ഉൾപ്പെടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൽ 3 ടയറുകൾ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. തേഞ്ഞ് തീർന്ന നിലയിലാണ് 3 ടയറുകൾ ഉള്ളത്. സ്വാഭാവികമായും ബസ് ബ്രേക്ക് ചവിട്ടുമ്പോൾ അതിന് നിയന്ത്രണം ലഭിക്കില്ല. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കൊക്കെ ഒരു കാര്യം നിസ്സംശയം പറയാം, ഈ ബസ്സിന് അപകടമുണ്ടായത് അതിന് നിയന്ത്രണം വിട്ട് തന്നെയാണ്. ആ നിയന്ത്രണം വിടുന്നതിലേക്ക് നയിച്ചത് ഈ ബൈക്കിനെ മറികടക്കാനുള്ള ഒരു ശ്രമം, ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ ബസ്സിന്റെ ഭാഗത്തുണ്ടാകുന്നു. ബസ് ഈ ബൈക്കിനെ ഇടിക്കാൻ പോകുന്നു. ആ സമയത്ത് നിയന്ത്രണം വിടുന്നു, ബസ് ബ്രേക്ക് ചവിട്ടുന്നു. പക്ഷെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ബസ്സിന് കൃത്യമായ രീതിയിൽ വിചാരിച്ചതുപോലെ ബ്രേക്ക് കിട്ടിയില്ല. നമുക്ക് ഈ റോഡിൽ കാണാം, ഈ ബസ് ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഉണ്ടായ പാടുകൾ നമുക്ക് ഈ റോഡിൽ കാണാം. ഏതായാലും ആ രീതിയിൽ അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ഭാഗത്തായാണ് ബസ് കിടന്നിട്ടുണ്ടായിരുന്നത്. അല്പസമയം മുൻപ് ക്രെയിൻ ഉപയോഗിച്ച് ബസ്സിനെ ഉയർത്തിയിട്ടുണ്ട്. ബസ്സിനെ നിലവിൽ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം 50ഓളം പേർ ഈ ബസ്സിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരാളുടെ നിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ളത്. നിലവിൽ അയാൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. ശ്രീനിത, അഭിജിത്ത് മുഴക്കുന്നാണ് സംഭവ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി ദീപക് ധർമ്മടത്തിലേക്ക് പോവുകയാണ്. ദീപക്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അമിത വേഗതയിൽ എത്തിയ ബസ് നിയന്ത്രണം മറിഞ്ഞ് മറ്റൊരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ മറിഞ്ഞു വീഴുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ദീപക്. അപകടത്തിന്റെ വ്യാപ്തി, ഒരു വിളിച്ചു വരുത്തിയ അപകടം എന്ന് നമുക്ക് ആദ്യ പ്രാഥമിക വിവരം വെച്ച് പറയാൻ സാധിക്കും. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, വണ്ടിയുടെ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. കാരണം ഈ CCTVയിൽ തന്നെ അമിത വേഗത്തിൽ വണ്ടി നീങ്ങുന്നത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കാണ്. അതായത് കോഴിക്കോട് മാവൂർ റോഡിലൂടെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് അരയടത്ത് പാലം കഴിഞ്ഞ് നീങ്ങുകയാണ്. ആ നീങ്ങുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാനുള്ള അമിത വേഗത്തിലുള്ള ശ്രമം, ആ ശ്രമത്തിനിടയിൽ വണ്ടിയുടെ നിയന്ത്രണം തെറ്റിക്കൊണ്ട് ഒരു മതിലിലേക്ക് ഇടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അടിച്ചതിന് ശേഷം വണ്ടിയുടെ മോൾ ഭാഗത്തു നിന്നുള്ള ഒരു വാരി താഴത്തേക്ക്, ഒരു റീപ്പർ ടൈപ്പ് സാധനം താഴത്തേക്ക് വീഴുന്നു. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരനായ ഒരാൾ മറിഞ്ഞു വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മറ്റ് 2-3 പേർ പേടിച്ചോടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ തത്സമയ ദൃശ്യങ്ങളിൽ ഇപ്പോൾ വളരെ കൃത്യമായി കാണാം. വണ്ടി ഇങ്ങനെ, ഈ ബസ് ചടുലമായി നീങ്ങുന്നു, വേഗത്തിൽ നീങ്ങുന്നു, ഉടൻ മതിലിലേക്ക് ഇടിക്കുന്നു. മതിൽ തകർന്നതിന് ശേഷം വണ്ടിയുടെ മുകളിൽ നിന്നും, ഈ ബസിന്റെ മുകളിൽ നിന്നും ഒരു റീപ്പർ താഴത്തേക്ക് വീഴുന്നു. അതിനിടയിൽ ഒരാൾ വീഴുന്നു. അവിടെ അത് കഴിഞ്ഞ് 2-3 പേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ വേഗത്തിലുള്ള വണ്ടിയുടെ നീക്കം അപകടത്തിന്റെ ഒരു കാരണമാണ്. രണ്ടാമത്, വണ്ടിയുടെ ഫിറ്റ്നസ് പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ടയർ തേഞ്ഞു തീർന്നിരുന്നു. പക്ഷേ ഒരു സഡൻ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി സ്ലിപ്പായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ദൃശ്യങ്ങളും വണ്ടിയുടെ ടയറിന്റെ സാഹചര്യവും കൂടി മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ഈ വണ്ടിയിൽ യാത്ര ചെയ്ത 2 വിദ്യാർത്ഥികളുമായി ഞാൻ സംസാരിച്ചിരുന്നു. ആ വിദ്യാർത്ഥികളും പറയുന്നത് ഒരു ഓവർടേക്കിംഗ് ശ്രമമായിരുന്നു. അതിനിടയിലാണ് എന്താണ് പറ്റിയെന്ന് അറിഞ്ഞില്ല, ഞങ്ങൾ ആകെ പേടിച്ചുപോയി, തളർന്നുപോയി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരം യാത്രകളിൽ അപകടം പറ്റുമ്പോൾ സാധാരണഗതിയിൽ പ്രായം കൂടുതലുള്ളവരുണ്ടാകുമ്പോൾ ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ കാര്യത്തിൽ പോലീസ് വളരെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു. റാഷ് ഡ്രൈവിംഗിന് കേസെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ കൃത്യമായി ഒരു ക്രിമിനൽ കുറ്റം നടത്തുമാറ് ഉള്ള നീക്കമായിരുന്നു, അമിത വേഗമായിരുന്നു ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. പ്രവിത, അതായത് അമിത വേഗം ഒന്നാമത്തെ കാരണം. രണ്ടാമത്, മറ്റൊരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉണ്ടായ സംഭവമാണ് അമിത വേഗത. ഒപ്പം ബസിന്റെ ടയറുകൾ
മൊത്തം തേഞ്ഞ നിലയിലായിരുന്നു. അത് 3 ടയറുകൾ തേഞ്ഞ നിലയിലായിരുന്നു. അപ്പോൾ അതിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതൊക്കെ കൂടെയാണ് ഈ അപകടത്തിന് കാരണമായത്. ഇതിലിപ്പോൾ നിരവധി പേർ രണ്ട് ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. കുറച്ച് വിവരങ്ങൾ കൂടി ഇപ്പോൾ ഷാഹദ് റഹ്മാൻ ഇട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ 12 പേരും ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 42 പേരുമാണ്. അതിൽ മെഡിക്കൽ കോളേജിൽ 10 പേർ പുരുഷന്മാരും 2 സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകൾ, കുട്ടികളാണെങ്കിൽ അങ്ങനെയാണ്. അത്രയും വിവരങ്ങൾ കൂടി ഇപ്പോൾ ഒരാളുടെ നില ഗുരുതരമാണ് എന്നും അറിയിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ദീപക് ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം, അതുപോലെ റാഷ് ഡ്രൈവിംഗ്, അത് ബസ്സിൻ്റെ ഭാഗത്തു നിന്ന്, ബസ്സിൽ ഓടിച്ചിരുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിൽ നടപടിയെടുക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഒരാളുടെ നില ഗുരുതരം, മറ്റുള്ളവരുടെ പരുക്കുകൾ അത്ര സാരമുള്ളതല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.